നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും സ്നേഹവും കരുണയും കൃപയും നിറഞ്ഞവനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങളുടെ ജീവൻ്റെ നാഥനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ നാമത്തെ ആരാധിക്കുവാൻ അടികളെ ആയുസ്സിൽ ഒരു അവസരം കൂടെ, ഒരു ദിവസം കൂടെ വേർതിരിച്ചു തന്ന അവിടുത്തെ വലിയ സ്നേഹത്തെ ഓർത്ത് തിരുനാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവേ, ഈ ദിവസങ്ങളിലൊക്കെയും അവിടുന്ന് ഞങ്ങളെ പ്രാണനെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന അവിടുത്തെ വലിയ ദയയ്ക്കായി നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ ദേശത്താകമാനം കർത്താവേ, ഈ മഹാമാരിയുടെ പ്രയാസങ്ങളിലൂടെ ആളുകൾ കടന്നു പോകുമ്പോൾ ഇത്രത്തോളം സുരക്ഷിതമായി, ക്ഷേമമായി, ആരോഗ്യത്തോടും ബലത്തോടും അടിയങ്ങളുടെ പ്രിയമുള്ളവരെയും അവിടുന്ന് സൂക്ഷിച്ച ദയയ്ക്കായി തിരുനാമത്തെ വാഴ്ത്തുന്നു. പ്രിയ കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്തു നൽകുന്ന എല്ലാ നന്മകൾക്കായും ഉപകാരങ്ങൾക്കായും അനുഗ്രഹങ്ങൾക്കായും അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു. അവിടുന്ന് അടിയങ്ങൾക്ക് ചുറ്റും പരിചയമായി, കാവലായി, സംരക്ഷകനായി, പരിപാലകനായി കൂടെയുള്ള ദയയ്ക്കായി സ്തോത്രം. ഈ വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ കർത്താവെ, നന്ദിയോടെ ദൈവത്തെ ആരാധിപ്പാൻ, സ്തോത്രത്തോടെ നിന്റെ മുൻപാകെ വരുവാൻ അടിയങ്ങൾക്ക് ഒരു അവസരം ദാനം ചെയ്തല്ലോ. കർത്താവെ, ഓരോ ദിവസവും ഓരോ നിമിഷവും അവിടുത്തെ കാവലും അവിടുത്തെ സംരക്ഷണവുമാകുന്നു ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് നന്ദിയോടെ ഓർക്കുന്നു. അടികളെ കുടുംബമായും വ്യക്തികളായും ഇത്രത്തോളം അവിടുത്തെ കാത്ത് പരിപാലിച്ചത് ഓർത്ത് നന്ദി. കർത്താവെ, അങ്ങേ ആരാധിപ്പാൻ അടികൾ ഒരുങ്ങുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അടികളോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, എവിടെയെല്ലാം ഇരുന്ന് അവിടുത്തെ മക്കൾ ഈ ആരാധനയിലും ശുശ്രൂഷയിലും പങ്കെടുക്കുന്നു, അവരൊക്കെയും കർത്താവ് അനുഗ്രഹിക്കുകയും അവിടുത്തെ സാന്നിധ്യത്താൽ ദൈവം അവരെ ധന്യരാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ ആദ്യ അവസാനം അവിടുത്തെ സാന്നിധ്യം തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം ധ്യാനിപ്പാനും കർത്താവടികളെ അവിടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമ മഹത്വത്തിനായി ജ്ഞാനകീർത്തനങ്ങളിൽ 19-ാമത്തെ പാട്ട് നമുക്ക് പാടാം. കീർത്തനം 19. എന്നാത്മാവേ വാഴ്ത്തുക നീ നിന്നുടെ കർത്താവിനെ.
ദൈവം ആത്മാവാകുന്നു. അവിടുത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അതരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങൾ വായനന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. രണ്ടാമത്തെ ലിത്താനി ഉപയോഗിച്ച് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവും ഉണ്ട്. ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായ പ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എന്റെ പാറയും എന്റെ വീടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപായി അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമാകുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ച് കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴിയ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. നമുക്ക് ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഓർത്തുണർന്ന മനഃപൂർവമായി ദൈവസന്നിധിയിൽ അനുദപിച്ച് ആത്മാർത്ഥമായി സത്യസന്ധമായി ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ നമുക്ക് ഏറ്റ് പറയാം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആളുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചേർന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളിലെയും വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങളിൽ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, പിഴകളേറ്റോരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. വചന ശുശ്രൂഷയ്ക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവിനെ സ്തുതിപ്പീൻ. വരുവേൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക.
യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിൽ കൊഴുന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഒന്നാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 2-ാം അധ്യായം 18 മുതൽ 25 വരെ. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവകളെയും നിലത്തു നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടുമെന്ന് കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായൊരു തുണ കണ്ടുകിട്ടിയില്ല. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വായെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും. അവർ ഏകദേഹമായി തീരും. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു. അവർക്ക് നാണം തോന്നിയില്ലതാൻ. ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ചാസാനിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം. സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സങ്കീർത്തനം 127. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. നിങ്ങൾ അധികാരത്തിൽ നിൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നിച്ചത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. എന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യവനത്തിലെ മക്കൾ. ചേർന്ന് വായിക്കാം. അവയെ കൊണ്ട് തന്റെ ആവനാഴികൾ നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോവുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാം പാഠം. ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന 2-ാം വേദഭാഗം അപ്പോസ്തലനായ പൗലോസ് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 6 വരെ. എബ്രായർ 13-ാം അധ്യായം 1 മുതൽ 6 വരെ. സഹോദരപ്രീതി നിലനിൽക്കട്ടെ, അതിഥി സൽക്കാരവും മറക്കരുത്. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും തടവുകാർ എന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ കഷ്ടം അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളുവിൻ. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്കാൻ നിർമ്മലവുമായിരിക്കട്ടെ. എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ നടപ്പുകത്തിൽ വ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇവിടെ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, സ്തോത്രം ഉണ്ടാകട്ടെ. സഭയുടെ പാട്ട് പ്രതിവാക്യമായിട്ട് നമുക്ക് ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീ ആകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. സകല ദൈവദൂതന്മാരും മരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സേന നിന്നെ സ്തുതിക്കുന്നു.
നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാവരുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ പരമേറ്റപ്പോൾ കന്യകളുടെ ഗർഭത്തെ വരത്തില്ല. നീ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണം എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ എന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞാൻ നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനായി യേശു, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്ത് അത് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾ കേട്ടത് ജീവൻ നൽകുന്ന സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നാം തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതിന് മുൻപായി 235-ാം കീർത്തനം നമുക്ക് പാടാം. കീർത്തനം 235. Hallelujah.
പ്രാർത്ഥിക്കാം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവരെ തക്കതായ തുണ ഒരുക്കി കൊടുത്ത ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ കുടുംബജീവിതത്തെ, വിവാഹ ജീവിതത്തെ കർത്താവേ ലോകത്തിൽ അവിടുന്ന് സ്ഥാപിച്ചുവല്ലോ. കർത്താവെ, ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി നിലനിൽക്കാനും അങ്ങേ ആരാധിപ്പാനും വളരുവാനും അടിയങ്ങൾക്ക് അവിടുന്ന് നൽകിത്തരുന്ന അവസരങ്ങൾക്കായി തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവെ, അവിടുന്ന് ലോകത്തിൽ വന്ന് ഒരു കുടുംബത്തിലെ അംഗം എന്ന നിലയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ. കർത്താവെ, വിവാഹമെന്ന ആ കൂദാശയെ, ആ ശുശ്രൂഷയെ അവിടുന്ന് ആദരിക്കുകയും കാനാവിലെ വിവാഹ വിരുന്നിൽ അവിടുന്ന് പങ്കെടുത്ത് അവരുടെ കുറവുകളെ പോക്കുകയും ചെയ്ത് കർത്താവെ, വിവാഹ ബന്ധത്തെയും ആ ശുശ്രൂഷയൊക്കെയും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. പ്രിയ കർത്താവെ, വിവാഹമെന്ന ആ ശുശ്രൂഷയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കട്ടെ. അവിടുന്ന് കർത്താവ് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്ന കർത്താവെ, കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ദൈവമേ, വേദപുസ്തക വിപരീതമായിട്ടുള്ള ബന്ധങ്ങളും സംവിധാനങ്ങളും രൂപപ്പെട്ടു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ, ഒരു ലോക പരിസ്ഥിതിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവെ, കുടുംബത്തിൻ്റെ, വിവാഹത്തിൻ്റെ പവിത്രത കാത്ത് സൂക്ഷിക്കുവാനും അത് ഏറ്റവും കർത്താവെ ദിവ്യമായും ഏറ്റവും വിശുദ്ധമായും അതിനെ കാണുവാനും അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ അനുഗ്രഹവും അടികളുടെ മേലും അടികളുടെ കുടുംബങ്ങളുടെ മേലും അവിടുന്ന് പകരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം വേണ്ടുന്ന പോലെ ധ്യാനിപ്പാനും ചിന്തിപ്പാനും ഗ്രഹിപ്പാനും ആവശ്യമായ സ്വർഗീയ പരിജ്ഞാനം അടിയങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയം വചനം ധ്യാനിക്കുവാൻ അടിയങ്ങൾ ഒരുങ്ങുന്നു. കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ ഗ്രഹിപ്പിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്മകളാൽ അവിടെ നിറയ്ക്കും മഹത്വമെടുക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹാദരവുകൾ അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിലും വചന ശുശ്രൂഷയിലും പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ വളരെ സ്നേഹാദരവുകളോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ നാളുകളിൽ ദൈവം നമ്മെ വളരെയധികം കരുതുന്ന, വളരെ സ്നേഹിക്കുന്ന ഒരു കാലയളവായി നാം മനസ്സിലാക്കുകയാണ്. ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് കൊണ്ടാകുന്നു നാം ഈ ലോകത്തിൽ ഓരോ ദിവസവും ജീവിക്കുന്നത് എന്ന് നാം ഓർക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നാം അനുഭവിക്കുന്ന ഒരു നാളുകളായിട്ടാണ് ഈ നാളുകളെ നാം കരുതേണ്ടത്
എന്ന് വിശേഷാൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും നമ്മെ ദൈവം കൈവിട്ട് കളയുന്ന നാളുകളായിട്ടല്ല, ദൈവം നമ്മെ മറന്നു കളയുന്ന നാളുകളായിട്ടല്ല, എന്നാൽ ദൈവം തൻ്റെ കൃപ ധാരാളമായി പകരുന്ന നാളുകളായി കാണുവാൻ നമുക്കെല്ലാവർക്കും ഈ നാളുകൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സുരക്ഷിതരായി, സന്തോഷമുള്ളവരായി, സമാധാനമുള്ളവരായി എല്ലാവരെയും ദൈവം കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആഴ്ചയിൽ വിശേഷാൽ നാം ധ്യാനിക്കുന്ന വിഷയം വിവാഹം, ഉടമ്പടിയുടെ ആഘോഷം എന്നുള്ളതാണ്. മാരേജ്, ദ കവനന്റ് ഓഫ് ദ ഫെസ്റ്റിവൽ ഓഫ് കവനന്റ്. വിവാഹം ഉടമ്പടിയുടെ ആഘോഷം. വിശുദ്ധ തിരുവെഴുത്ത് നാം വായിച്ച് കേട്ടു. 3 വേദഭാഗങ്ങളിലും വിവാഹത്തെ സംബന്ധിച്ച അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവ ഉദ്ദേശത്തെയും ദൈവിക പദ്ധതിയെയും കുറിച്ചുള്ള ഭാഗങ്ങളാകുന്നല്ലോ നാം വായിച്ച് കേട്ടത്. വിവാഹം എന്ന് പറയുന്നത് നാം എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ അത് മനുഷ്യൻ്റെ ഒരു പദ്ധതിയോ പ്ലാനോ അല്ല എന്ന് നാം ആദ്യമായി മനസ്സിലാക്കുകയാണ്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു കാര്യമാകുന്നു എന്നാണ് നാം വായിച്ചത്. അത് മനുഷ്യൻ പാപം ചെയ്തതിന് ശേഷം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള അല്ല പൂർത്തീകരണത്തിന് വേണ്ടിയോ ദൈവം തമ്പുരാൻ നൽകിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല എന്നുള്ളത് പ്രത്യേകം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറിച്ച് ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ പർപ്പസ് ആണ് കുടുംബം അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് എന്ന് നാം ഓർക്കുന്നു. ഇവിടെ നാം വായിച്ച 1-ാം പാഠത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് മനുഷ്യൻ ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ആദാം ഏകനായിരുന്നു. മറ്റുള്ള എല്ലാ സൃഷ്ടികളും ജീവജാലങ്ങളുമൊക്കെ ആദാമിൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. അവയ്ക്കൊക്കെയും ആദാം പേരിട്ടു. എന്നാൽ ഇതിലൊന്നും ആദാമിനൊരു തുണയെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നാണ്. അതുകൊണ്ട് ആദാമിന് തക്കതായിട്ടുള്ള, മനുഷ്യന് തക്കതായിട്ടൊരു തുണയെ ഒരുക്കി കൊടുക്കും എന്നുള്ളത് ദൈവം തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചതാണ്. ദൈവം തമ്പുരാൻ ആണ് മനുഷ്യൻ്റെ ഏകത്വം നല്ലതല്ല എന്ന് കണ്ടത്. അങ്ങനെയാണ് ആദാമിനെ ഗാഠനിദ്ര വരുത്തി അവൻ്റെ വാരിയല്ലുകളിൽ ഒന്നിനെ എടുത്ത് ഒരു സ്ത്രീയാക്കി അവൻ്റെ മുൻപിൽ നിർത്തി. നാം വായിക്കുന്നത് ആദം ആദ്യമായിട്ട് ഹവ്വയെ കണ്ട സമയത്ത് പറയുകയാണ്, ഇത് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമാണ്. നരനിൽ നിന്ന് ഇവളെ എടുത്തത് കൊണ്ട് നാരി എന്ന പേരാണ്. അതുകൊണ്ട് മനുഷ്യരെയും അവരെ ഇരുവരെയും ദൈവം കൂട്ടിച്ചേർത്തു. അവരിരുവരും ഒരു ദേഹമായി തീർന്നു. അതാണ് ആദിയിലെ വിവാഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം അവരെ കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് മനുഷ്യൻ അവരെ വേർപിരിക്കരുത്. സുവിശേഷ വേദഭാഗം വായിച്ചപ്പോൾ നാം വിശുദ്ധ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ പരീശന്മാർ യേശു കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. പുരുഷന് സ്ത്രീയെ ഏതെങ്കിലും കാരണത്താൽ ഉപേക്ഷിക്കാമോ? യേശു കർത്താവ് വളരെ വ്യക്തമായിട്ട് അത് പറയുകയാണ്. ആദിയിൽ ദൈവം തമ്പുരാൻ ഇരുവരെയും ഒരുമിച്ച് ചേർത്തു. ഇരുവരും ഒരു ദേഹമായി തീർന്നു. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അപ്പോൾ ദൈവമാണ് കൂട്ടിച്ചേർത്തത്. ദൈവമാണ് കുടുംബത്തിൻ്റെ, വിവാഹത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് നാം ഓർക്കുകയാണ്. അത് മനുഷ്യൻ്റെ സംവിധാനമല്ല, അത് സഭയുടെ സംവിധാനമല്ല, ദൈവത്തിൻ്റെ സംവിധാനമാണ്. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ട്, ഫാമിലി ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയ്ഡ് ബൈ ഗോഡ് ഫോർ ഗോഡ്സ് ഡിവൈൻ പർപ്പസ് എന്ന് പറയാറ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ദൈവം 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്ഥാപനങ്ങളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ലോകത്ത്, ഭൂമിയിൽ. ഒന്ന് കുടുംബം, മറ്റൊന്ന് സഭ. കുറച്ചുകൂടി വിശാലമായ കുടുംബം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലം ആണ് ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് വന്ന്
ഒരു ഉടമ്പടി ബന്ധത്തിലൂടെയാണ് ആ ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നത്. മറ്റുള്ള ബന്ധങ്ങളൊക്കെയും സ്വാഭാവികമായ ബന്ധങ്ങളാണ്. കാരണം മാതാപിതാക്കള് നിന്ന് മക്കൾ ഉണ്ടായാൽ അത് മക്കൾ മാതാപിതാക്കൾ എന്നുള്ള ബന്ധം സ്വാഭാവികമായൊരു ബന്ധമാണ്, ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന ബന്ധമല്ല. സഹോദര ബന്ധം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയിലൂടെ ഉണ്ടാകുന്ന ബന്ധമല്ല, അതൊരു സ്വാഭാവികമായ ബന്ധമാണ്. എന്നാൽ കുടുംബജീവിതം, കുടുംബബന്ധം, വൈവാഹിക ബന്ധം എന്ന് പറയുന്നത്, ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് അതൊരു ഉടമ്പടിയിലൂടെ ഉള്ള ബന്ധമാണ്. അത് നാം നമ്മുടെ വിവാഹ ശുശ്രൂഷയുടെ ആ ക്രമത്തിൽ നാം അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയാണ് വിവാഹം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ നാം വായിക്കുന്നുണ്ട്. ആ വിവാഹം നിയമിക്കപ്പെട്ടു, ഇറ്റ് ഈസ് ഓർഡൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം വിവാഹം നിയമിച്ചതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് നമ്മളവിടെ വായിക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആയുഷ്കാല കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ലൈഫ് ലോങ് കമ്പാനിയൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആയുഷ്കാല കൂട്ടായ്മയ്ക്ക് വേണ്ടി, സഹായത്തിന് വേണ്ടി, ഹെൽപ്പ് ആൻഡ് കംഫർട്ട്, കമ്പാനിയൻഷിപ്പ്. അപ്പോൾ ഇത് ജീവാവസാനം വരെ നിലനിൽക്കേണ്ട ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആകുന്നു വിവാഹം ദൈവം സ്ഥാപിച്ചത് എന്ന് നാം അവിടെ വായിക്കുകയാണ്. മൂന്നാമതായിട്ട് നാം അവിടെ കാണുന്നത് പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങൾ, വികാരങ്ങൾ അത് നേരായ പാതയിൽ നയിക്കപ്പെടേണ്ടതിന് വേണ്ടി വിവാഹം സ്ഥാപിച്ചു എന്ന് നമ്മുടെ വിവാഹ ശുശ്രൂഷയുടെ ആ ക്രമത്തിൽ നാം വായിക്കുന്നുണ്ട്. നാലാമതായിട്ട് അവിടെ വായിക്കുന്നത് ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കായി കുഞ്ഞുങ്ങൾ വളരുവാനായിട്ട്, കുഞ്ഞുങ്ങളുണ്ടായി സന്താന വർധനം. ഭൂമിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. സന്താനപുഷ്ടിയുള്ളവരായി നിങ്ങൾ ഭൂമിയിൽ പെരുകുവിൻ. അപ്പോൾ മനുഷ്യവർഗം പെരുകേണ്ടതിന്, മനുഷ്യവർഗം നിലനിൽക്കേണ്ടതിന് വിവാഹം നിയമിക്കപ്പെട്ടു. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്നത് മനുഷ്യ സമൂഹം ഉറപ്പുള്ള ഒരു അടിസ്ഥാനത്തിന്മേൽ നിലനിൽക്കുവാനാണ്. ഉറപ്പുള്ള അടിസ്ഥാനത്തിന്മേൽ ഒരു കുടുംബം എന്ന ചട്ടക്കൂട്ടിലാണ് മനുഷ്യ സമൂഹം വളരേണ്ടത്, നിലനിൽക്കേണ്ടത്. ഒരു ചട്ടക്കൂടില്ലാതെയല്ല, ഒരു നിയന്ത്രണമില്ലാതെയല്ല, മൃഗജാതി പെറ്റുപെരുകുന്നത് പോലെയല്ല. മനുഷ്യന് വളരെ വ്യക്തമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കെട്ടുറപ്പുള്ള ചട്ടക്കൂടുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യവർഗം വളരേണ്ടത്, പുരോഗമിക്കേണ്ടത്, വർദ്ധിക്കേണ്ടത് എന്ന് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതിനുവേണ്ടിയാണ് കുടുംബ ബന്ധങ്ങളെ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ദൈവം വിവാഹം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഓർക്കുക. അതുകൊണ്ട് ഇതിൻ്റെ വളരെ പ്രാധാന്യം നാം ഗ്രഹിക്കേണ്ടതാണ്. നമുക്കറിയാൻ പാടില്ലാത്തതല്ല എങ്കിലും മാറി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഒരു പുതിയ തലമുറ ഇവിടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് വിവാഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു തലമുറയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വിവാഹം തന്നെ ആവശ്യമാണോ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരുണ്ട്. ഒരു സ്ത്രീയും പുരുഷനും കൂടെ ഒരുമിച്ച് ജീവിച്ചാൽ പോരെ, വിവാഹത്തിൻ്റെ പ്രസക്തി തന്നെ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയാണ്. ഒരുമിച്ച് കാണുന്നു, ലിവിങ് ടുഗദർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെല്ലാം നാം കേൾക്കുന്നു. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് കോട്ടം വരുന്ന ഒരു ഒരു സംവിധാനമാണ് നമുക്ക് കാണുവാനായിട്ട് പലപ്പോഴും സാധിക്കുന്നത്. കുറച്ച് നാൾ ജീവിച്ചു, പിന്നെ പിരിഞ്ഞു, പിന്നെ വേറെ ആരെങ്കിലുമായിട്ട് ജീവിച്ചു, അങ്ങനെ പോകുന്ന ഒരു ചുറ്റുപാട്. ഇത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒന്നാണ്. അതൊരു ആയുഷ്കാല കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് പുരുഷനെയും സ്ത്രീയെയും കൂടെ ദൈവം ഒരുമിപ്പിച്ചത്, അവരുടെ മരണപര്യന്തം. അതുകൊണ്ടാണ് ആ ഉടമ്പടിയുടെ ആഘോഷമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മരണം വരെ എന്നുള്ള വാക്ക് അവിടെ വളരെ പ്രധാനമാണ്. നിന്നെ സ്നേഹിച്ച്, നിന്നെ ശുശ്രൂഷിച്ച്, നിന്നെ മാനിച്ച് ഈ മരണം വരെയും നിന്നോടൊപ്പമായിരുന്നു കൊള്ളാമെന്നുള്ള ഉടമ്പടിയാണ് പരസ്പരം അവിടെ പറയുന്നത്. നമുക്കറിയാം, മോതിരം മാറുന്നതിൻ്റെ കൈമാറ്റം ഒരു അടയാളമായിട്ട് മോതിരം കൈമാറുകയാണ്. അതിനെക്കുറിച്ചുള്ള വായനയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഇങ്ങനെയാണ്. ഒരു
നമുക്കറിയാം, നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ മോതിരം ഉപയോഗിക്കാറുണ്ട്, താലി ചാർത്താറുണ്ട്, മന്ത്രകോടി ധരിപ്പിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും കാതലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മോതിരം മാറുകയാണ്. ഉടമ്പടി മോതിരം മാറിക്കൊണ്ടാണ് ഉടമ്പടി പറയുന്നത്. ജനത്തിൻ്റെയും ബന്ധുജനങ്ങളുടെയും സഭാജനങ്ങളുടെയും പുരോഹിതൻ്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട്, ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഉടമ്പടി പരസ്പരം പറയുന്നത് മോതിരം ഇട്ടുകൊണ്ടാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു മോതിരം എന്ന് പറയുന്നതിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട് എന്നാണ്. ആ മോതിരം എന്ന് പറയുന്നത് അത് എവിടെ ആണ്, അതിൻ്റെ ഒരു എൻഡില്ല മോതിരത്തിന്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് പറയുന്നത് അൺഎൻഡിങ് ലവ്, അവസാനിക്കാത്ത സ്നേഹം. മോതിരം പരസ്പരം ഇട്ടുകൊണ്ട് ആ മോതിരത്തെ പിടിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ് നിത്യമായ സ്നേഹത്തിൻ്റെയും നിത്യമായ വിശ്വസ്തതയുടെയും അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെയും അടയാളമായിട്ട് ഈ മോതിരം കൊണ്ട് ഞാൻ എന്നെ വിവാഹം ചെയ്യുന്നു. അതാണ്. അപ്പോൾ നിത്യമായ വിശ്വസ്തതയുടെ അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെ അടയാളമായിട്ടാകുന്നു ഈ മോതിരം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് അവിടെ ഉടമ്പടി എന്ന് പറയുന്നത്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുന്നു. അതുകൊണ്ടൊരു അവസാനിക്കാത്ത സ്നേഹത്തിൻ്റെ, നിത്യമായ വിശ്വസ്തതയുടെ, അറ്റുപോകാത്ത സ്നേഹത്തിൻ്റെ ഒരടയാളം. പലപ്പോഴും നാം നോക്കിയാൽ അറ്റുപോവുകയാണ്. പലപ്പോഴും നിത്യമായി വിശ്വസ്തതയും നിലനിൽക്കുന്നില്ല, നിത്യമായി സ്നേഹവും നിലനിൽക്കുന്നില്ല. അറ്റുപോകുന്ന അനുഭവങ്ങൾ, സംഭവങ്ങൾ ധാരാളം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കാനായിട്ട് പലപ്പോഴും കഴിയാതെ പോവുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവവുമായുള്ള സംസർഗത്തിൽ അവർക്ക് അവരുടെ കുടുംബജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോഴാണ് തകർച്ചയിലേക്ക് നീങ്ങുന്നത്. അനേക കാര്യങ്ങൾ, ഡൈവേഴ്സ് വളരെയധികം നടന്നുകൊണ്ടിരിക്കുക. ക്രിസ്ത്യാനികളുടെ ഇടയിലും ഒട്ടും കുറവല്ല എന്ന് നമുക്കറിയാം. അത് വളരെ തെറ്റായിട്ടുള്ള, ദോഷമായിട്ടുള്ള, സമൂഹത്തിൻ്റെ അടിത്തറ തന്നെ ശിഥിലമാക്കുന്ന ഒരു കാര്യമാകുന്നു എന്ന് നമുക്കറിയാം. കുടുംബങ്ങൾ ഊഷ്മളവും കുടുംബങ്ങൾ കെട്ടുറപ്പുള്ളതുമായി മാറുമ്പോൾ ആ സമൂഹം അനുഗ്രഹമായിട്ട് മാറും. അതല്ല എന്നുണ്ടെങ്കിൽ കുടുംബത്തിൻ്റെ തകർച്ച എന്ന് പറയുന്ന ആ സമൂഹത്തിൻ്റെ തകർച്ച തന്നെ. അങ്ങനെയുള്ള കുടുംബങ്ങളിലുള്ള വ്യക്തികൾ തന്നെ തകർന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിലായിരിക്കും മുൻപോട്ട് പോവുക. പ്രിയമുള്ളവരെ, അതുകൊണ്ട് കുടുംബ ബന്ധം സന്തോഷത്തോടെ ആ ഉടമ്പടി ബന്ധത്തിൽ മുൻപോട്ട് പോകണമെങ്കിൽ ദൈവവുമായിട്ടുള്ള ആ സംസർഗത്തിലും സമീപത്തിലും സാന്നിധ്യത്തിലും മുൻപോട്ട് പോകേണ്ടത് വളരെ ആവശ്യമാണ്. വലിയ ആർഭാടമായി, ആഘോഷമായി വിവാഹമൊക്കെ നടത്തും, ലക്ഷക്കണക്കിന് രൂപയൊക്കെ ചെലവഴിക്കും. എന്നാൽ കുറച്ചു നാൾ കഴിയുമ്പോൾ കേൾക്കാം, ഞങ്ങൾക്ക് പിരിഞ്ഞ് ജീവിക്കുക എന്ന് കേൾക്കുവാനായിട്ടിടയാവും. ഞാനിരുന്ന ഇടവകയിൽ വലിയൊരു ഇടവകയായിരുന്നു. അവിടെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു കുടുംബത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, ആരൊക്കെയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ വിവാഹ വാർഷികവും ജന്മദിനവും ഒക്കെ ഒരു പേപ്പറിൽ അടിച്ച് കപ്പിയാരി തരും. അത് ഫോൺ നമ്പറും തരും. അത് വിളിച്ച് അവരെ വിഷ് ചെയ്യണം. ദൂരെയൊക്കെ ഉള്ള സ്ഥലത്ത് ആളുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു സ്ത്രീ എടുത്ത് ഞാൻ പറഞ്ഞു, ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു. അവരൊന്നും പറയുന്നില്ല. സാധാരണ വിവാഹ വാർഷികം ഒക്കെ ആശംസിക്കുമ്പോൾ, ജന്മദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ താങ്ക് യു എന്നൊക്കെ പറയും. പക്ഷേ ഇത് വിളിച്ച് പറയുമ്പോൾ താങ്ക് യു ഒന്നും പറയുന്നില്ല, ഒന്ന് മൂളി. അപ്പം ഞാൻ ചോദിച്ചു, ഇന്നല്ലേ നിങ്ങളുടെ വിവാഹ വാർഷികം? അതെ. പിന്നീട് അവരുടെ സങ്കട കഥകളൊക്കെ പറഞ്ഞു. വർഷങ്ങളായിട്ട് അവർ മാറി താമസിക്കുകയാണ്. അവർ 2 സ്ഥലത്തായിട്ട് ഭാര്യയും ഭർത്താവും താമസിക്കുകയാണ്. കുടുംബജീവിതമൊക്കെ ആകെ തകർന്നുപോയി. അവർ വളരെ സങ്കടത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു. അതുകൊണ്ട് ഒരു സന്തോഷ വിവാഹ വാർഷികം ആശംസിച്ചപ്പോൾ അവർക്ക് സന്തോഷത്തെക്കാളേറെ സങ്കടമായിരുന്നു. അതുകൊണ്ട് ഒരല്പം ആശങ്കയോടുകൂടെയാണ് അങ്ങനെ അറിയാൻ പാടില്ലാത്ത ആളുകളെയൊക്കെ നമ്പറിലൊക്കെ വിളിച്ച് ആശംസ പറയുന്നത്. ഞാനിത് ഓർപ്പിച്ചതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വലിയ തോതിൽ വലിയ സന്തോഷത്തോടെ ആർഭാടത്തോടെയൊക്കെ കുടുംബജീവിതം ആരംഭിച്ചിട്ട് അധികം വൈകാതെ തകർച്ചയിൽ പോകുന്ന അനേകം കാര്യങ്ങൾ, അനുഭവങ്ങളൊക്കെ കാണുവാൻ നമുക്ക് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ പരിചയത്തിലോ
നമ്മുടെ അറിവിലോ ഒക്കെ ഉണ്ടായിരിക്കാം ഇങ്ങനെയുള്ളവർ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, തമ്മിലുള്ള ആ ഉടമ്പടി ബന്ധം, പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഭാര്യയ്ക്ക് കടംപെട്ടിരിക്കുന്നത് അവർ ചെയ്യട്ടെ, ഭർത്താവിന് കടംപെട്ടിരിക്കുന്നത് ഭർത്താവ് ചെയ്യട്ടെ. പരസ്പരം ആ കടപ്പാടുകൾ നിറവേറ്റാൻ കഴിയാതെ പോകുമ്പോൾ, ആ ഉടമ്പടിയിൽ നിലനിൽക്കാൻ കഴിയാതെ പോകുമ്പോൾ, നിത്യമായ വിശ്വസ്തത ഇടയ്ക്ക് ഭംഗം വരുമ്പോൾ, അല്ലെങ്കിൽ അറ്റുപോകാത്ത സ്നേഹത്തിന് എവിടെയെങ്കിലും തകർച്ച വരുമ്പോൾ ആകപ്പാട് തകർന്നു പോവുകയാണ്. ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ദൈവം നൽകിയ ഈ സംവിധാനം അത് മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ അനുഗ്രഹം ആവശ്യമാണ്. മുപ്പരിച്ചരുടെ അറ്റുപോകയില്ല എന്ന വചനത്തിൽ വായിക്കുന്നു. അതുകൊണ്ടാണ് ഓരോ വിവാഹ ശുശ്രൂഷയിലും കൊടുക്കുന്ന സന്ദേശത്തിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നത്, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം, നിങ്ങൾ ആരാധന മുടക്കരുത്, ഭവന പ്രാർത്ഥന മുടക്കരുത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾ മുൻപോട്ട് പോകണം, ദൈവവചനം വായിക്കണം, നിങ്ങൾ തമ്മിൽ എപ്പോഴും ചേർന്നിരിക്കണം, നിങ്ങൾ തമ്മിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, നിങ്ങളുടെ കുടുംബങ്ങളെ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ എപ്പോഴും ദൈവത്തോട് ഭക്തിയുള്ളവരായിരിക്കണം എന്നെല്ലാം പറയുന്ന കാര്യങ്ങളതാ. സ്നേഹത്തെക്കുറിച്ചുള്ള അധ്യായമൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നത് അതുകൊണ്ടാണ്. സ്നേഹം ഉതിർന്നു പോകുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുന്നില്ല, എല്ലാം ഓർക്കുന്നു, എല്ലാം സഹിക്കുന്നു, ഇന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. എന്നാൽ സഹിക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ, പരസ്പരം കലഹിച്ച് പരസ്പരം തമ്മിൽ അടിച്ച് വിരിയുന്ന ധാരാളം സംഭവങ്ങളെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, വിവാഹം എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ തമ്പുരാൻ ഇവിടെ സ്ഥാപിച്ചത് എന്ന് മറന്നുപോവുകയാണ്. അത് മറന്നു പോകുന്നിടത്താണ് തകർച്ച ആരംഭിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് വിവാഹ ഉടമ്പടി ചെയ്യുമ്പോൾ റിംഗ് ഇട്ടുകൊണ്ട് പറയുന്നത് ഇതാണ്, അൺഎൻഡിങ് ലവ്, ഞാൻ നിന്നെ അവസാനത്തോളം സ്നേഹിച്ചോളാം. മറ്റൊന്ന്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റിസോഴ്സിനെയാണ്. എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരികയാണ്, എനിക്ക് എന്തുണ്ടോ അതിനെല്ലാം ഞാൻ നിനക്ക് ഷെയർ ചെയ്യുകയാണ്, തരികയാണ്. അതാണ് മറ്റൊരു അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. വിലയുള്ളത് ഞാൻ നിനക്ക് തരികയാണ്, എനിക്ക് എന്തുണ്ടോ അതെല്ലാം നിനക്ക് തരും. കുറച്ച് കഴിയുമ്പോൾ കണക്ക് പറച്ചിലായി, വരുമാന കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളായി, അതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് സമൂഹത്തിൽ. ഇതെല്ലാം കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക്, കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന് തടസ്സമായി മാറുകയാണ്. എന്നാൽ വിവാഹ ജീവിതം ഒരു ആനന്ദമായി മാറുന്നതും ഒരു ആഘോഷമായി മാറുന്നതും ഈ ഉടമ്പടി ബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിക്കും. ഒരു മനുഷ്യ രോഗമായിരിക്കാം, ക്ഷീണമുണ്ടാകാം, പ്രയാസമുണ്ടാകാം, ഒരാള് അല്പം ക്ഷീണായിപ്പോയി എന്ന് വന്നേക്കാം. എങ്കിൽ പോലും അവരെ കരുതാനും സ്നേഹിക്കാനും അതൊരാഘോഷമാക്കി തീർക്കുവാൻ എത്രയോ അനുഭവങ്ങൾ, സംഭവങ്ങൾ, എത്രയോ പ്രായം വരെയും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന ധാരാളം അനുഭവങ്ങളെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഉടമ്പടി ബന്ധത്തിൻ്റെ ആഘോഷം ആക്കി മാറ്റാൻ നമ്മുടെ വിവാഹ ജീവിതത്തിന് സാധിക്കട്ടെ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഏറ്റവും വിലയേറിയതിനെ ഞാൻ നിനക്ക് തരും. ഇതിൻ്റെ സിമ്പൽ അതാണ്, ഏറ്റവും വിലയേറിയതിനെ ഞാൻ നിനക്ക് തരും. മറ്റൊന്ന്, ഇറ്റ് കണക്ട് ടു ഹാർട്ട് എന്ന് വായിക്കുവാനിടയാണ്. ഹൃദയവുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. മോതിര വിരലിലാണല്ലോ സാധാരണ ഈ റിങ് ഇടുക. ഈ മോതിര വിരലിൽ നിന്ന് ഒരു വെയിൻ നേരെ ഹാർട്ടിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു ചിന്ത, അതൊരു ഏൻഷ്യൻ റോമൻ ചിന്തയാണ്. ഒരു പുരാതന റോമൻ ചിന്തയാണ് മോതിര വിരലിൽ നിന്ന് ഒരു വെയിൻ നേരിട്ട് ഹാർട്ടിലേക്ക് പോകുന്നു എന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ വന്നത്. അപ്പം അതുകൊണ്ട് ആ ഹാർട്ട് എൻ്റെ ഹൃദയം തന്നെ തരികയാണ്. ഉടമ്പടി ബന്ധമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ഉടമ്പടിയിലൂടെ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് തക്കതായ തുക ദൈവം നൽകിയ തുക കൊണ്ട് എനിക്ക് ദൈവം നൽകിയതാണ് എന്നുള്ളൊരു വിചാരം. അതുകൊണ്ട് ദൈവത്തിനായി ജീവിക്കേണ്ടതാണ്, ദൈവത്തിനായി കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതാണ്. ഒരു ആഘോഷമാക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ധാരാളം കാര്യങ്ങളുണ്ട്, സഹനമുണ്ട്. അതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഒരു തമാശയായിട്ട് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, 3 വിതറിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് എൻഗേജ്മെന്റ് റിങ്, മറ്റൊന്ന് വെഡ്ഡിങ് റിങ്, മൂന്നാമത് സഫറിങ് എന്ന് തമാശയായിട്ട് പറയാം. അപ്പോൾ സഫറിങ്ങിൻ്റെ ഒരു അനുഭവം, കഷ്ടതയുടെ അനുഭവം, ചെല്ല് പറയുന്നത് ഒരു പാനപാത്രമാണ്, ചെല്ല് പറയുന്നത് കുരിശ, അല്ലെങ്കിൽ പിന്നെ ചട്ടിയും കലവുമാണെങ്കിൽ തട്ടിയും മുട്ടിയും കിടക്കും. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഒരുപാട് നിർവചനങ്ങൾ ഇതിനെ സംബന്ധിച്ച് തമാശയായിട്ടും അല്ലാതെയും ഒക്കെ പറയാം.
വിവാഹം എന്ന് പറയുന്നത് വിശേഷമായ വഹനമെന്നാണ് നമ്മുടെ പുത്തുമരയ്ക്കൽ അച്ഛൻ, ജോസഫ് പുത്തുമരയ്ക്കൽ അച്ഛൻ അതിന് നിർവചനം പറയുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ വിശേഷമായുള്ളൊരു വഹനമാണ്, ഒരു സഹനമല്ലത്, അതൊരു സന്തോഷമാണ്. എത്ര കാലം സഹിക്കാനായിട്ട് സാധിക്കും, എത്ര കാലം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ആളുകളൊക്കെ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത് വിവാഹ ജീവിതത്തിൽ. അത് സാധ്യമല്ല, അത് എളുപ്പമല്ല. എന്നാൽ അതിന് പകരം അക്സെപ്റ്റൻസ് ആണ്. പരസ്പരം ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കുവാനൊക്കെ കഴിയുന്നിടത്താണ് സന്തോഷമാക്കി മാറ്റാൻ സാധിക്കുന്നത്. അംഗീകരിക്കുക, പരസ്പരം അംഗീകരിക്കുമ്പോഴാണ് അത് സന്തോഷമായിട്ട് മാറുന്നത്, അഡ്ജസ്റ്റ്മെന്റ് അല്ല എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് പറയാനായിട്ട്. അപ്പൊ യേശു കർത്താവ് പറയുന്നത് ഒരു കാരണവശാലും ഉപേക്ഷണം, മീഖാപ്രവചനം വായിക്കും, ഉപേക്ഷണം, യഹോവ ഉപേക്ഷണം വെറുക്കും. ഡിവോഴ്സ് എന്ന് പറയുന്നത് ദൈവിക പദ്ധതിയല്ല, അത് ദൈവം വെറുക്കുന്നൊരു കാര്യമാണ്. കാരണം ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. അവരിരുവരും ഒരു ദേഹമായി തീർന്ന് ഒന്നിച്ച് ജീവിക്കുവാനായിട്ടാണ് ദൈവം പദ്ധതിയിട്ടത്, ഇടയ്ക്ക് വെച്ച് പിരിഞ്ഞു പോകുവാനായിട്ടല്ല. അതുകൊണ്ട് ആയുഷ്കാല കമ്പാനിയൻഷിപ്പിന് വേണ്ടി തക്കതായ തുണ, തക്കതായുള്ളൊരു ഇണം, ഇതാണ് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് വളരെ ഖേദകരമായ സംഗതി എന്ന് പറയുന്നത് അതിനൊന്നും വലിയ പ്രാധാന്യമില്ല. വിവാഹത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായിട്ടുള്ള, എന്തിന് വിവാഹമെന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ധാരാളം അനുഭവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഒരു കുടുംബം ദൈവം തന്നത്? എന്തിനു വേണ്ടിയാണ് ഒരു വിവാഹത്തിലൂടെ, ബന്ധത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എന്ന് ഓർക്കുമ്പോൾ തീർച്ചയായും ആ ഉടമ്പടി നിലനിർത്തുവാനും അതൊരു സന്തോഷമായും ആഘോഷമായും മാറ്റുവാനും നമുക്ക് സാധിക്കും. ഒരു സഹനമല്ല, മറിച്ച് അതൊരു സന്തോഷമാണ്, അതൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ, ഒരുമിച്ച് കുടുംബത്തെ കെട്ടുപണി ചെയ്യാൻ, അങ്ങനെ ആ കുടുംബങ്ങൾ ചേർന്ന് സഭയെ കെട്ടുപണി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സന്തോഷവുമാക്കി മാറ്റാം, അതൊരാഘോഷമാക്കി മാറ്റാം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങളെ ധന്യമായി തീരുന്നത്, നമ്മുടെ കുടുംബം ധന്യവും അനുഗ്രഹവുമായി തീരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യത്താലാണ് നമ്മുടെ കുടുംബം ചൈതന്യമുള്ളതായി തീരുന്നത്. അല്ലെങ്കിൽ വരൾച്ചയും, അല്ലെങ്കിൽ പെറുപെറുപ്പും, സങ്കടവും സഹനമായിരിക്കും അതിൻ്റെ ഫലം. എന്നാലത് സന്തോഷമായിട്ട് ഇല്ലായ്മയിലും കഷ്ടതയിലും പ്രയാസത്തിലും രോഗത്തിലും എല്ലാം ഒരുമിച്ച് നിന്ന് മുൻപോട്ട് പോകാൻ കഴിയുന്നത് വലിയ ഒരു അനുഗ്രഹമാണ്. അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ആ ഒരു സന്തോഷം നൽകുന്നത്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഈ ലോകത്ത്, എന്തെല്ലാം ആധുനിക സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ദൈവമില്ല എങ്കിൽ അത് വളരെ വരണ്ടതായിട്ടൊരു അനുഭവമായിരിക്കും. എന്നാൽ ഒന്നുമില്ലേ, പണ്ട് കാലങ്ങളിലൊക്കെ ഒന്നുമില്ലായ്മയിൽ ജീവിച്ച ആളുകളാണ്. എങ്കിലും അവർ കുടുംബത്തിൽ സന്തോഷമായിട്ട് കഴിഞ്ഞുകൂടി. പല കുടുംബങ്ങൾ കമ്പാരിറ്റീവ്ലി ഇന്നത്തെ അപേക്ഷിച്ച് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ കഴിഞ്ഞുകൂടി. കാരണം ഒന്നുമില്ലെങ്കിലും അവർ കിടക്കപ്പായയിലിരുന്ന് അവർ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് കിടക്കുന്ന ആളുകളായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് അതെല്ലാം പോയത് കൊണ്ട്, ദൈവം തന്നെ ഇല്ലാതെ ആയതുകൊണ്ട് തങ്ങൾ ഒക്കെ ജീവിതം വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളിലൂടെ, അവരുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അതിജീവിക്കാൻ കഴിയാതെ, അവരുടെ പ്രശ്നങ്ങളെ വേണ്ടുന്ന പോലെ തരണം ചെയ്യാൻ കഴിയാതെ ഇടയ്ക്ക് വെച്ച് തകർന്നു പോകുന്ന അനുഭവങ്ങളെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നമുക്ക് സ്തോത്രം പറയാം. നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ദൈവ സാന്നിധ്യത്താൽ ചൈതന്യമുള്ളതായി തീരട്ടെ, അത് സന്തോഷവും അനുഗ്രഹവും ആഘോഷവും ഉള്ളതായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് തലകളെ വണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവിടുന്ന് നൽകിയ എല്ലാ കുടുംബങ്ങൾക്കായും സ്തോത്രം. ഭൂമിയിലെ സകല കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, എല്ലാ കുടുംബങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ കർത്താവ് കുടുംബ ബന്ധങ്ങളൊക്കെ ധന്യമായി തീരട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്താൽ അത് അനുഗ്രഹമായും ആഘോഷമായും മാറട്ടെ. ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബ ജീവിതങ്ങളിൽ കർത്താവെ ക്രിസ്തു വസിക്കുന്ന കുടുംബങ്ങളാക്കി ഓരോ കുടുംബങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ നിലയിൽ കർത്താവെ ഞങ്ങളുടെ സമൂഹവും സഭയും ഒക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ നന്മകളാൽ അവിടുന്ന് വഴി നടത്തണം. എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ തകർന്നും അതുപോലെ തന്നെ അകൽച്ചയിലും ഒക്കെ കുടുംബങ്ങളെ അവിടുന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാൽ അവിടുന്ന് ഇറക്കിയ മാനവും മഹത്വം എടുക്കുകയും ചെയ്യണം. യേശുവിൻ നാമത്തിൽ ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിൽ നമുക്ക് സ്വീകരിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവൻ്റെ പുത്രനായ കർത്താവായ യേശു മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനായി കന്യമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു. പന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യമായ ജീവൻ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. നമ്മുടെ പൊതുവായ ആവശ്യങ്ങളെയും വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ ദൂരത്തും ചാരിത്തുമായി പാർക്കുന്ന എല്ലാവരെയും ദൈവസകാരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവർ, അതുപോലെ വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, ചികിത്സയിലൂടെ കടന്നു പോകുന്നവർ, അവരെല്ലാവരും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കളെ നമുക്ക് ഓർക്കാം. അതുപോലെ ദൂരദേശത്തായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവമേ, എല്ലാവരെയും നീ സഹായിക്കണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി, അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂൾ മക്കൾക്കായി, യുവജനങ്ങൾക്കായി, സ്ത്രീജന സഖ്യത്തിനായി, കൊയറിനായി, കമ്മിറ്റി അംഗങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രത്യേകിച്ച് മഹാമാരിക്കെതിരെ പോരാടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിന്റെ മക്കളെ സുരക്ഷിതരായി കാത്തുകൊള്ളുവാൻ ദൈവമേ, അവിടുത്തെ ദൂതന്മാരുടെ സാന്നിധ്യം എപ്പോഴും നിന്റെ മക്കൾക്ക് കോട്ടയായിരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ലോകവ്യാപകമായി മഹാമാരിക്കെതിരെ പോരാടുന്ന എല്ലാ പ്രവർത്തകരെയും നമുക്ക് ഓർക്കാം. അതിവേഗം ഇതിന് ഔഷധമൊക്കെ വാക്സിനൊക്കെ കണ്ടുപിടിക്കുവാൻ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഫലകരമായി തീരുവാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭരണകൂടങ്ങളെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഓരോ ദിവസവും രോഗബാധിതരുടെ എണ്ണമൊക്കെ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം പേര് മരണപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കാം. മറ്റു പല കാരണങ്ങളാലും, അപകടങ്ങളാലും, മറ്റു പ്രയാസങ്ങളാലും വിഷമിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്ത് ആവശ്യമായ സൗഖ്യവും സമാധാനവും ലഭിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് ഏറ്റവും വിനയത്തോടെ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും കരുണയുള്ളവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ ദിവസം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുവാൻ അവിടുന്ന് സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഞങ്ങളെ വിവിധ ഇടങ്ങളിൽ ദൂരസ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്നെങ്കിലും കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ചേർന്ന് വരാൻ, നിന്നോട് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകുന്ന വലിയ അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവെ, പ്രത്യേകിച്ച് ഈ ആപൽ കാലഘട്ടത്തിൽ ദൈവമേ, മനുഷ്യന് വളരെ വേദനയോടും ദുഃഖത്തോടും സങ്കടത്തോടും കഴിയുമ്പോൾ കർത്താവെ, നീ അവർക്ക് പ്രത്യാശയും വിടുതലും ഒരുക്കി കൊടുക്കണമേ. കർത്താവെ, ഈ കഷ്ടപ്പാടിൽ നിന്ന് ദൈവമേ, തൻ്റെ ജനത്തെ അവിടുന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ കർത്താവെ, ഞങ്ങളുടെ വചനം വായിച്ചല്ലോ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. അത് നിങ്ങൾ നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും രാവിലെ എഴുന്നേറ്റ് ഉപജീവനം കഴിക്കുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അത് അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്ന് വചനം ഞങ്ങൾ വായിക്കുന്നല്ലോ. അപ്പാ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ അധ്വാനവും പ്രയത്നവും ഒക്കെ വൃഥാവാണ്. കർത്താവെ, അവിടുന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ദൈവമേ, എല്ലാം പ്രവർത്തനങ്ങളും വൃഥാവാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് തന്നെ ഇടപെടണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ദേശത്തിന് ആവശ്യമായ സൗഖ്യം സ്വർഗത്തിലെ ദൈവം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജനങ്ങളെല്ലാം സന്തോഷമുള്ളവരായും സമാധാനമുള്ളവരായും കർത്താവെ, കുടുംബമായും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം അവർക്ക് തക്കതായ തുണയെ അവിടുന്ന് ഒരുക്കി കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ നാളുകളിൽ സാക്ഷ്യമുള്ള കുടുംബജീവിതം ചെയ്യുവാൻ അവിടുന്ന് തൻ്റെ ജനത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സന്തോഷം വിളങ്ങുന്ന, സന്തോഷം പൂത്തുലയുന്ന, സമാധാനമുള്ള, മാതൃകയുള്ള, സാക്ഷ്യമുള്ള കുടുംബങ്ങളായി ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും നിലനിൽക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്താൽ വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന മക്കളെ ഓർക്കുന്നു. ചികിത്സയിലൂടെ കടന്നു പോകുന്ന മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണതയും പ്രയാസമുള്ള മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൂരദേശങ്ങളിലാരും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവമേ, നിന്റെ കരുണയും കൃപയും അയക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം എവിടെയെല്ലാം തന്റെ ജനം കർത്താവ് പ്രയാസങ്ങളോടും സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരെയൊക്കെ ദൈവമേ, നീ അനുഗ്രഹിക്കണമേ. അവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അടിയങ്ങളുടെ പ്രാർത്ഥനകളെയും യാചനകളെയും അവിടുന്ന് ശ്രദ്ധയോടെ കേട്ടതുകൊണ്ട് സ്തോത്രം. മാനും മഹത്വം അവിടുന്ന് തന്നെ സ്വീകരിക്കണമേ. യേശു മശിഹാ മൂലം
ഏറ്റവും വിനയമായി പ്രാർത്ഥിക്കുന്നു, ദയതോന്നി കേൾക്കണമേ. ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കരുത്തരുതേ, ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടിവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ നിരന്തരമായ സംസർഗവും കാവലും നാം എല്ലാവരോടും നമ്മുടെ ജീവിതത്തോടും കൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ആരാധനയൊടുവിലായി 328 ഗീതം നമുക്ക് പാടാം. അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ചരണം. ഗീതം 328. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണം. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് സമാധാനമായിരിക്കാം. ആമേൻ.